വേറെ പാർട്ടിയുടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഒന്നും നടത്തുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് അവരത് പിടിക്കും. നമുക്ക് SITയുടെ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളതാണ്. ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ അന്വേഷണം നടന്നിരുന്നു. അതിന് പത്മകുമാർ അടക്കം എല്ലാ കൊമ്പന്മാരെയും പിടിച്ച് തുറങ്കിൽ ഒക്കെ വരും എന്ന് കണ്ടപ്പോൾ SITക്ക് അവരെ അന്വേഷിക്കേണ്ട മനസ്സിലായില്ലേ? ബാർ കോഴ കേസിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു മന്ത്രി പണം വാങ്ങിയെന്ന വ്യക്തമായ മൊഴി ഉണ്ടായപ്പോ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊന്നും ഞങ്ങളുടെ പണിയല്ല, മനസാക്ഷിയുടെ കോടതി തെളിയിക്കാന്ന. ഇവിടെ മുഖ്യമന്ത്രി എടുത്ത സ്റ്റാൻഡ് എന്താ? പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരാളുടെ പേരിൽ ഒരു കുറ്റം വന്നപ്പോ പോലീസിനെ നിയന്ത്രിച്ചോ? അവർ പ്രാഥമിക അന്വേഷണം അതാണ് തന്റെ ഇടം. മുഖ്യമന്ത്രി ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ SIT അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം കോൺഗ്രസ് ചെതലെടുത്തപ്പോഴേക്കും ഒക്കെ അതുവഴി ഇറ്റലിയിലേക്ക് വരെ അന്വേഷണം പോയപ്പോഴാണ് ഇപ്പൊ ഈ വിഷമം വന്നത്. നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് ഈ കട്ടതാര്, കൂടുതൽ എടുത്തതാര്, കുറച്ചെടുത്തതാരെന്നുള്ള അല്ല, ഇത് വിശ്വാസികളുടെ ഒരു പ്രശ്നമാണ്. ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് വിശ്വാസികളാണ്. വിശ്വാസികൾ എന്ന് പറയുമ്പോഴത്തേക്കും തെരഞ്ഞെടുക്കപ്പെട്ട MLA ഞാൻ വിശ്വാസിയാണെന്ന് എങ്ങനെ തെളിയിക്കും? അതല്ല അതിനകത്ത് വേണ്ടത്. സന്യാസി സമൂഹമുണ്ട്, ഹിന്ദു സംഘടനകളുണ്ട്, താന്ത്രിക ആചാര്യന്മാർ. MLA ആയിട്ട് ഹിന്ദു ആണെന്ന് പറഞ്ഞു വന്നാൽ വിശ്വാസിയാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാൻ പറ്റണമെന്നുണ്ടോ? അപ്പം അങ്ങനല്ല. ഇതിനെ പരമ്പരാഗതമായി ക്ഷേത്രവുമായി ചേർന്ന് നിൽക്കുന്ന സമൂഹങ്ങളുണ്ട്, ഗോത്ര സമൂഹങ്ങളുണ്ട്, മലയാള സമുദായമുണ്ട്, തന്ത്രി സമാജമുണ്ട്, തന്ത്രിമാരുണ്ട്, ഹിന്ദു സംഘടനകളുണ്ട്. ഇവരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് വേണം ക്ഷേത്രം ഭരിക്കാൻ. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെത് 1950 മുതൽ ചതിയുടെ ചരിത്രമാണ്. അത് ഞാൻ പിന്നീട് പറയും, സമയം കിട്ടാത്തതുകൊണ്ട് പറയുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.